ഞാനിപ്പോൾ നിൽക്കുന്നത് ഓടവയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടു നോക്കൂ, ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നോക്കൂ. അങ്ങ് ദൂരെ ഈ കാണുന്നതാണ് മഞ്ഞപ്പാറ. അതങ്ങനെ പോയിട്ട് ആ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. അമ്പലവയലാണത്. റിസോർട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ റിസോർട്ടുകളാണ്. അതേപോലെ തന്നെ ഈ ഓടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഒരു റിസോർട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊരു റിസോർട്ടാണ്. ഇതൊക്കെ ഒരുപാട് ദൂരെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ടുകളുമുണ്ട്. ഇതുണ്ടോ, ഇതൊരു റിസോർട്ടിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആയിരക്കണക്കിന് താമരകൾ ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരുപാട് ദൂരെയാണ്, കണ്ടോ? ആ വെളുത്ത് കാണുന്നൊക്കെ താമരപ്പൂക്കളാണ്, കണ്ടോ? അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടോ. ഇത്ര മനോഹരമാണ് നോക്കൂ. ഇതൊന്നൊന്നല്ല, ആയിരക്കണക്കിന് പൂക്കളുകളാണ് ഇവിടെ. എത്ര മനോഹരമായിട്ടുള്ള, എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്കൂ. എല്ലാം താമരയാണ്, അതല്ലേ? അങ്ങ് ദൂരെ വിരിഞ്ഞിരിക്കുന്നത് മുഴുവൻ എല്ലാം താമരയാണ്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് വന്നാലുണ്ടല്ലോ, കണ്ടില്ലേ? കാരാപ്പുഴ റിസർവോയറിൻ്റെ ഭാഗമായിട്ട് വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്ത് ആണിതൊക്കെ. ആയിരക്കണക്കിന് പൂക്കളാണ് വിരിഞ്ഞേക്കുന്നത്. ആ കാണുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് ദൂരെയാണത്, കണ്ടില്ലേ? നമുക്ക് അവിടെ അപ്പുറ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം ചെളി മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ താമരപ്പാടം.